ജിമ്മി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിരോധത്തിലോ? പ്രതിരോധമല്ല പറയേണ്ടത്, പൂരപ്പറമ്പിൽ വിവസ്ത്രനായിപ്പോൾ ഒരു മനുഷ്യൻ്റെ അവസ്ഥയിലാണ് പ്രധാനമന്ത്രി നിൽക്കുന്നത്. ഇതുപോലൊരു ഗതികേടി അടുത്ത കാലത്തെങ്ങും നരേന്ദ്രമോദിക്ക് ഉണ്ടായിട്ടില്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക്. സാധാരണഗതിയിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കച്ചിത്തുരുമ്പോൾ എവിടെന്നെങ്കിലുമൊക്കെ പൊക്കിക്കൊണ്ട് വരാറുണ്ട്. പക്ഷേ ഇത്തവണ ഒന്നുമില്ല. 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മോദി ഉത്തരം പറഞ്ഞേ പറ്റൂ എന്ന് രാജ്യം ആഗ്രഹിക്കുന്നു. പാർലമെൻറ്റിൽ പ്രതിപക്ഷം അതിനുവേണ്ടി മുറവിളി കൂട്ടുന്നു. ഒന്ന്, ഇന്ത്യയുടെ ഭൂമി ചൈനയുടെ കൈക്ക് മുമ്പിൽ അടിയറ വെച്ചുവെന്ന് ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം ഇന്ത്യയുടെ മുൻ കരസേനാ മേധാവി എം നരവനെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ഭൂമി ഇന്ത്യക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അതോടൊപ്പമാണ് ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യൂ എന്ന് പ്രതിരോധ മന്ത്രി പറഞ്ഞത്. അതിലും പ്രധാനപ്പെട്ടത് ഇന്ത്യയുടെ ഭൂമി ചൈനയുടെക്ക് കൊടുക്കുന്ന രീതിയിൽ പോയോ എന്നുള്ളതാണ്. ഓർമ്മയുണ്ടോ, ഈ വിഷയം മുമ്പ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തുമ്പോൾ കോടതി അടക്കം നിങ്ങൾക്ക് രാജ്യസ്നേഹമില്ല എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയെ കോടതിയിൽ വിമർശിച്ചു വിട്ടിട്ടുണ്ട്. അതിനുള്ള മറുപടിയാണ് ചോദിച്ചത്. 1. 2, റഷ്യയുമായുള്ള എണ്ണ വിൽപ്പന അത് നിർത്തിയോ? വ്യക്തമായ ചോദ്യമാണല്ലോ. 3, പുതിയ കരാറുണ്ടാക്കുമ്പോൾ പൂർണ്ണമായും അമേരിക്കയിൽ നിന്ന് സാധനങ്ങൾ ഇങ്ങോട്ടേക്ക്, അതും പഴവും പച്ചക്കറിയും അടക്കമുള്ള കാർഷിക മേഖലയെ തകർക്കുന്ന സാധനങ്ങൾ ഫ്രീ ആയിട്ട് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാമെന്ന് സമ്മതിച്ചതായി അമേരിക്ക പറയുന്നു. സത്യമാണോ? ഇത് കൂടാതെ എപ്സ്റ്റീൻ ഫയലിൽ താങ്കളെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. എപ്സ്റ്റീൻ എന്ന വ്യക്തിയുമായി അദ്ദേഹം ഒരു ലൈംഗിക കുറ്റവാളിയാണ്. കൊച്ചുകുട്ടികളെ പീഡിപ്പിച്ചതിന് ശിക്ഷ അനുഭവിക്കുകയെ മരിച്ചുപോയ ആളാണ്. അയാളുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടോ? അത് പറയണം. ഈ കാര്യങ്ങളിൽ ഈ എപ്സ്റ്റീൻ ഫയൽസുകളിൽ പ്രത്യേകം പറഞ്ഞ കാരണം അങ്ങനെ ചുമ്മാ പറഞ്ഞു പോയാൽ പോരാ. കാരണം അമേരിക്കയിൽ ഒരു വിശദമായ അന്വേഷണം നടക്കുകയാണ്. തൽക്കാലം ഡോക്യുമെൻറ്റുകളെ പുറത്തു വന്നിട്ടുള്ളൂ. ഇതിൻ്റെ പുറത്ത് അന്വേഷണമുണ്ട്. വിശദമായി പിന്നെയും പേപ്പർ ട്രെയിലുകളൊക്കെ പുറകെ വരും. അപ്പോൾ കൃത്യമായ മറുപടി പറയാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട്. കാരണം അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം എപ്സ്റ്റീൻ പറയുന്നതനുസരിച്ച്, ഞാൻ പറഞ്ഞതനുസരിച്ചാണ് ഇദ്ദേഹം ഇസ്രായേൽ പോയത് 2017. അങ്ങനെയാണ് ഡീലെല്ലാം സെറ്റായതാണ്. അപ്പോൾ ഈ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം കൃത്യമായി താങ്കൾ പറയണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. മറുപടിയില്ല. എന്ന് മാത്രമല്ല, കഴിഞ്ഞ ആഴ്ച യൂറോപ്യൻ യൂണിയനുമായി ഉണ്ടാക്കിയ കരാറിലും എന്താണ് സാർ ഡീറ്റെയിൽസ്? ഇതിനും മറുപടിയില്ലാതെ ബുദ്ധിമുട്ട് നിൽക്കുമ്പോഴാണ് പാർലമെൻറ്റിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് മറുപടിയായുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രി സംസാരിക്കാതെ ഇന്നലെ ഒളിച്ചോടിപ്പോയത്. ഈ വിഷയം എങ്ങനെയാണ് പാർലമെൻറ്റിൽ BJP എതിരിട്ടത്? എം നരവനയുടെ 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറഞ്ഞ പുസ്തകം ഉയർത്തിക്കാട്ടുകയും അതിൻ്റെ വിശദാംശങ്ങൾ പറയുകയുമാണ് രാഹുൽ ഗാന്ധി ചെയ്തതെങ്കിൽ, അതിന് മറുപടിയായി ഇന്നലെ കാണിച്ച നാടകം BJPയുടെ നേതാവ് അദ്ദേഹം നിഷികാന്ത് ദുബെ 3 പുസ്തകങ്ങളാണ് ഉയർത്തിക്കാട്ടുന്നത്. 3 പുസ്തകം. ആദ്യത്തെ ഒരു മലയാളി എഴുതിയതാണ്, M.O. മത്തായി എഴുതിയ റെമിനിസൻസ് ഓഫ് നെഹ്റു ഏജ്. അതിനകത്ത് നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും അണിയറ പേഴ്സണൽ സ്റ്റോറീസാണ്, കഥകളാണ്. ആ കഥ സത്യമോ നുണയോ ആയിക്കോട്ടെ, പക്ഷേ നിങ്ങളുടെ മറുപടിയാണ് ഏതാ? ചൈനയ്ക്ക് ഇന്ത്യ ഭൂമി അടിയറ വെച്ചോ? M നരവനയുടെ പുസ്തകം. ഇപ്പുറത്ത് നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും അണിയറ കഥകൾ. ഇതാണ് BJP, ഇതാണ് കമ്പാരിസൺ, ഇതാണ് പാർലമെൻറ്റിലെ യുദ്ധം. തീർന്നില്ല. അടുത്തൊരു പുസ്തകം എഡ്വിൻ ആൻഡ് നെഹ്റു. അതും നെഹ്റുവും എഡ്വിനയും തമ്മിലുള്ള കിടപ്പറ കഥകളോ അല്ലെങ്കിൽ പ്രണയ കഥകളോ ആണ്. അതൊരു നോവലാണ്, കാതറിൻ ക്ലെമൻറ്റിൻ്റെയാണ്. ഇത് കൂടാതെ സോണിയാഗാന്ധിയെക്കുറിച്ച് ദ റെഡ് സാരി, അത് എഴുതിയത് ഹവിയർ മോറോ, അതും ഒരു നോവലാണ്. BJPയുടെ നിലവാരമാണ് ഇന്ന് നമ്മൾ പാർലമെൻറ്റിൽ കണ്ടത്. എന്താ? വളരെ ഗൗരവത്തോടു കൂടി ഇന്ത്യയുടെ ഡിഫൻസ് പ്രതിരോധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായ M നരവനെ, അദ്ദേഹം കരസേനാ മേധാവിയാണ്, അദ്ദേഹം എഴുതിയ പുസ്തകം ഇന്ത്യയുടെ ഭൂമി വിട്ടുകൊടുക്കേണ്ടി വന്നു എന്ന് പറഞ്ഞത്, യുദ്ധത്തിൽ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് എല്ലാവരും പോയി എന്ന് പറഞ്ഞത്, അതിന് മറുപടിയായി 3 നിലവാരത്തിലുള്ള പുസ്തകങ്ങൾ ഉയർത്തി കാണിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ തറയായി പോകുന്ന 3 പുസ്തകങ്ങൾ ഉയർത്തി കാണിക്കുക. ഇതായിരുന്നു നിലവാരം. അതും ഏറ്റില്ല. അത് അവസാനം നാണം കെട്ടു. കാരണം ഒരു പ്രത്യേക സെക്ഷൻ ഉദ്ധരിച്ചുകൊണ്ട് പാർലമെൻറ്റിൽ പുസ്തകങ്ങൾ വായിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് രാഹുൽ ഗാന്ധി സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്നു. എന്നിട്ടോ TDP അംഗമായിട്ടുള്ള കൃഷ്ണപ്രസാദാണ് ആ സമയത്ത് ഡയസിലുള്ളത്. 3 മിനിറ്റ് ഈ 3 പുസ്തകങ്ങൾ, സത്യത്തിൽ 4 പുസ്തകമുണ്ട്, ഈ പുസ്തകങ്ങളെല്ലാം ഉയർത്തി കാണിച്ച് വിശദമായി സംസാരിച്ച ശേഷമാണ് സ്പീക്കറുടെ ഡയസിലിരുന്ന് ആൾക്ക് ഓർമ്മ വന്നു, ഇത് നമ്മൾ രാഹുൽ ഗാന്ധിയെ തടഞ്ഞതാണല്ലോ, പറ്റില്ല, അതേ റൂൾ ഉപയോഗിച്ച് പാർലമെൻറ്റിലെ ബാക്കി പ്രസ്താവന തുടങ്ങി. പക്ഷേ അപ്പോഴേക്കും കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിരുന്നു. എന്നിട്ടും ഇതൊക്കെ ജനങ്ങൾ കണ്ടിട്ടും, അതായത് മൈക്ക് ഓഫ് ചെയ്യാതെ ഇദ്ദേഹത്തിന് ഋഷികാന്ത് ദുബെക്ക് ഇത് പറയാനുള്ള അവസരം മുഴുവൻ കൊടുത്തിട്ടും ഏശാതെ വന്നപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഒരു അറിയിപ്പ് വരികയാണ്, മോദി വരുന്നില്ല. മോദി പിണങ്ങി, മോദി വരുന്നില്ല. അപ്പോഴേക്കും പിന്നെ കഥയായി, മോദി എന്തുകൊണ്ടാണ് വരാത്തത്? പ്രതിപക്ഷം പറഞ്ഞു, രാഹുൽ ഗാന്ധി പറഞ്ഞില്ലേ ഇയാൾ വരില്ലെന്ന് എനിക്കറിയാം, ഞാനിന്ന് രാവിലെ ഈ പുസ്തകം വീണ്ടും ഉയർത്തി കാണിച്ചുകൊണ്ട് ഇയാൾ വരില്ല. അപ്പോൾ അതാ പാർലമെൻറ്റിലെ ലോക്സഭയുടെ സ്പീക്കർ
പുതിയൊരു നാടകം വരാൻ ഞാനാണ് പറഞ്ഞത് അദ്ദേഹത്തോട് വരണ്ടാം. എന്താ കാരണം? പാർലമെൻറ്റിലെ വനിതാ MP-മാർ മോദിയെ പിച്ചും മോദിയെ മാന്തും, അതുകൊണ്ട് വരണ്ടാന്ന് പറഞ്ഞെന്ന്. നാണമുണ്ടോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക്? പാർലമെൻറ്റിൽ MP-മാർ ഡയസിലിറങ്ങുന്നതും ബഹളമുണ്ടാക്കുന്നതും ആദ്യത്തെ സംഭവമല്ല. പക്ഷേ പ്രധാനമന്ത്രിയെ ആക്രമിക്കുന്ന ഒരു സംഭവം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉണ്ടായിട്ടില്ല. 2004 ഇതുപോലെ തന്നെ നന്ദി പ്രമേയത്തിൽ പങ്കെടുക്കാനാവാതെ ഒരു പ്രധാനമന്ത്രി അവിടെ ഇരുന്നിട്ടുണ്ട്. അത് മൻമോഹൻ സിംഗാണ്. അന്ന് ആരെങ്കിലും പറഞ്ഞോ മൻമോഹൻ സിംഗിനെ ആക്രമിക്കുമെന്ന് പേടിച്ചുകൊണ്ടാണ് മൻമോഹൻ സിംഗ് എഴുന്നേൽക്കാത്തതെന്ന്? മോദിയെ ആക്രമിക്കുമെന്നാണ് വാദം. മോദിയെ ഉപദ്രവിക്കും, മോദിയെ കൊല്ലും എന്ന് പറഞ്ഞില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഇന്ന് മോദി പറയുന്നു. ഇന്നലത്തെ ക്ഷീണം മാറ്റാൻ വേണ്ടി ഇന്ന് ലോക്സഭയിലാണ് ഈ സംഭവം നടന്നത്. ഇന്ന് രാജ്യസഭയിൽ വന്ന് എൻ്റെ ജീവന് വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നതെന്ന് പറയുകയാണ്. നോക്കണേ നാടകം. ഈ നാടകം മുമ്പ് കേട്ടിട്ടില്ലേ? 2004 ഇസ്രത് ജഹാൻ എന്ന് പറയുന്ന ഒരാളെ വെടിവെച്ച് കൊന്നത്. ഇസ്രത് ജഹാനും അതുപോലെ തന്നെ ഷൊറാബിൻ ഷെയ്ഖും രണ്ടുപേരും കൊല്ലപ്പെട്ടത് മോദിയെ കൊല്ലാനായിട്ടുള്ള തീവ്രവാദി ആക്രമണത്തിൻ്റെ ഭാഗമാണെന്നാണ്. പിന്നീട് ആ കഥയ്ക്ക് എന്ത് സംഭവിച്ചെന്നും ആ സ്ത്രീയും ആ പുരുഷനും ഒരു മലയാളിയാണ് ഒരാൾ എങ്ങനെയാണ് മരിച്ചതെന്നും അദ്ദേഹത്തെ അവരെ ആരൊക്കെയാണ് ഉപദ്രവിച്ചതെന്നൊക്കെ വിശദമായ കഥകൾ വേറെ വന്നു. അപ്പോൾ കള്ളക്കഥകളുടെ ഒരു വലിയ മാലകൾ സൃഷ്ടിച്ചുകൊണ്ട് എങ്ങനെയാണ് വൈകാരികമായി ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. ഒന്ന്, ഇന്ത്യയുടെ ഭൂമി നഷ്ടപ്പെട്ടോ? മറുപടി ഇന്ദിരാഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും തുണ്ട് കഥ. രണ്ട്, ഇന്ത്യയുമായി അമേരിക്ക ഒരു കരാറിൽ ഒപ്പിടുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നു, അമേരിക്കൻ ഭരണകൂടം പറയുന്നു 0 നികുതിക്ക് ഞങ്ങൾ അവിടുന്ന് അമേരിക്കയിൽ നിന്ന് പച്ചക്കറിയും പാലും മറ്റു ഉൽപ്പന്നങ്ങളും എല്ലാം ഇറക്കുമതി ചെയ്യും. മറുപടിയില്ല. 3, എപ്സ്റ്റീൻ ഫയൽസിൽ നിങ്ങളുടെ പേരെങ്ങനെ വന്നു? നിങ്ങൾ എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണോ ഇസ്രായേൽ പോയത്? അതിനും മറുപടിയില്ല. ചുരുക്കത്തിൽ പൂർണ്ണമായും അപമാനിതനായി ഒരക്ഷരം പോലും മറുപടി പറയാനില്ല നിൽക്കുന്ന ഒരു മോദി ഇന്ന് വൈകുന്നേരം പാർലമെൻറ്റിൽ നേരത്തെ പറഞ്ഞ എൻ്റെ ജീവന് വേണ്ടി അവർ ദാഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വേറെയും ചില കോമഡികൾ പറഞ്ഞു. ഈ കോമഡി അല്ലാതെ, വൈകാരികതയല്ലാതെ, റെട്ടറിക് അല്ലാതെ ഒരു കാര്യം ഇദ്ദേഹത്തിന് പറയാനാവില്ല എന്നുള്ളത് ഇന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞെന്താ? മൊത്തം കള്ളന്മാരാണെന്നേ, ഗാന്ധി എന്ന പേര് വരെ മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നാണ് പറഞ്ഞത്. എന്താ ചോദ്യം? എന്താ ഉത്തരം? അരിയെന്ന് ചോദിച്ചാൽ പയറെന്നെങ്കിലും പറഞ്ഞാലും സമാധാനമുണ്ട്. ഇത് ഒരു ബന്ധവുമില്ലാതെ തുണ്ട് കഥകളും അതുപോലെ തന്നെ കുറേ എന്നെ കൊല്ലാൻ വരുന്നു, എന്നെ ഉപദ്രവിക്കാൻ വരുന്നു, അവരെല്ലാം കള്ളന്മാരാണ് എന്ന ഒരു തരത്തിലും നിലവാരമില്ലാത്ത മൈതാന പ്രസംഗമാണ് നടത്തിയത്. വേറെ ചില പ്രസംഗങ്ങൾ പറഞ്ഞല്ലോ, എൻ്റെ ജീവനെടുക്കാൻ ശ്രമിച്ചു, ഗാന്ധി എന്ന പേര് മോഷ്ടിച്ചു, ജനസംഖ്യ ഒരു ബാധ്യതയാണെന്ന് നെഹ്റുവും ഇന്ദിരാഗാന്ധിയും പറഞ്ഞു. എനിക്ക് അങ്ങനെയല്ല. എന്തൊരു കോമഡിയാണ് എൻ്റെ പ്രധാനമന്ത്രി, എന്തൊരു കോമഡിയാണ്. ഇന്ത്യയുടെ ജനസംഖ്യ ഒരു വലിയ ബാധ്യതയാണെന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒരു വലിയ രാജ്യമാണ്. ഈ രാജ്യം ഇത്രയും പേരെ പട്ടിണിയിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് വരണം എന്ന കോണ്ടക്റ്റിലാണ് പറഞ്ഞതെന്ന് അങ്ങേക്കും അറിയാം, നാട്ടുകാർക്കെല്ലാം അറിയാം. പക്ഷേ പ്രസംഗത്തിൽ അതിന് വേറെ ലോജിക്കൊന്നുമില്ല. അതൊരു വലിയ ബാധ്യതയാണ്, എനിക്കതൊരു ബാധ്യതയല്ല. അതുപോലെ തന്നെയാണ് ഏറ്റവും അവസാനം പറഞ്ഞത്. പാർലമെൻറ്റ് സ്തംഭിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷം ചെയ്തത് എന്താണ്? അപ്പോൾ ഡയസിൽ ആരായിരുന്നു? ഒരു ദളിത് സ്ത്രീയായിരുന്നു. അതുകൊണ്ട് അവർ നോർത്ത് ഈസ്റ്റിനുള്ളതാണ്. അതുകൊണ്ട് നോർത്ത് ഈസ്റ്റിലുള്ള ആളുകളെ, ദളിതരെ അപമാനിക്കുകയാണ് പ്രതിപക്ഷം ചെയ്തത്. ഇങ്ങനെ അപഹാസ്യമായൊരു ഡിഫൻസ് തീർത്തുകൊണ്ട് വായുവിലുള്ള 4 ചോദ്യങ്ങളെ അങ്ങനെ തന്നെ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഖർഗെ അഭിമാനിച്ചു കേട്ടോ. ഖർഗെ അഭിമാനിച്ചുകൊണ്ട് ഖർഗെ എഴുന്നേറ്റ് നിന്ന് ബഹളം വെക്കേണ്ട, ഇരുന്ന് ബഹളം വെച്ചോളൂ എന്ന് പറഞ്ഞു. 83-കാരനായ ഖർഗെ, 75-കാരനായ മോദി, താങ്കൾ ഇരുന്നിട്ട് മതി എന്ന്. അതെ അതെ, തിരിച്ചും പറഞ്ഞു. ഇതിൻ്റെ ഒറ്റ അർത്ഥമേ ഉള്ളൂ, ഇത് മൈതാന പ്രസംഗമാണ്. നമ്മുടെ നാട്ടിലെ മൈതാന പ്രസംഗത്തിൻ്റെ പ്രത്യേകത എന്താ? യാതൊരു ലോജിക്കും വേണ്ട, നിങ്ങൾക്ക് എന്തും പറയാം, ആരെയും തെറി വിളിക്കാം, ആരുടെ വീട്ടുകാരെയും പറയാം, ഒരാളും ചെയ്യില്ല. കാരണം തുക്കട നേതാക്കന്മാരാണ്, മൈതാന പ്രസംഗമാണ്, ഒരു പുല്ലിൻ്റെ വില പോലുമില്ല. അതുപോലെ പാർലമെൻറ്റിൽ പ്രസംഗിക്കുന്ന ഒരാളായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാറുന്നു. വളരെ പ്രധാനപ്പെട്ട 4 ചോദ്യങ്ങൾ ഇപ്പോഴും വായുവിൽ അവശേഷിക്കുന്നു. ഒന്നുകൂടെ പറയാം, എല്ലാവരുടെയും ഓർമ്മയിൽ നിൽക്കട്ടെ, ഇത് കേൾക്കുന്നവരുടെ ഓർമ്മയിൽ നിൽക്കട്ടെ, രാജ്യത്തിൻ്റെ ഓർമ്മയിൽ നിൽക്കട്ടെ. ഇന്ത്യയുടെ ഭൂമി പാങ്കോങ് തടാകത്തിൻ്റെ താഴ്വരയിൽ ചൈനീസ് സൈന്യവുമായുള്ള യുദ്ധത്തിൽ 20 ഇന്ത്യൻ ഭടന്മാർ കൊല്ലപ്പെട്ട സമയത്ത് ആ ഭൂമിയിൽ നിന്ന് ഇന്ത്യൻ സൈന്യം പിന്മാറിയെന്ന് ഇന്ത്യയുടെ കരസേനാ മേധാവി പറയുന്നു. 2, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് പൂർണ്ണമായി നിർത്തിയോ? മോദിയുടെ കരുത്താണ്, മോഡിയുടെ മസിലാണെന്ന് പറഞ്ഞ് 2 മാസം മുമ്പേ ഈ BJPയും അവരുടെ മുഴുവൻ മെഷീനറിയും പറഞ്ഞത് അമേരിക്ക ഞങ്ങൾക്ക് പുല്ലാണ്, അമേരിക്ക ഇപ്പോൾ ശരിയായി, നമ്മൾ ചർച്ച നടത്തിയിട്ടുണ്ട്, അമേരിക്ക ഇപ്പോൾ ശരിയാക്കി തരാമെന്നാണ്. 2, മൂന്നാമത്തേത്, എപ്സ്റ്റീൻ ഫയൽസിൽ താങ്കളുടെ പേര് വന്നത് എങ്ങനെ? താങ്കൾ എപ്സ്റ്റീനുമായി എപ്പോഴെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ? ഇല്ലെന്ന് പറഞ്ഞാൽ മതി, മോദി ഞങ്ങൾക്ക് വിശ്വാസമാണ്, പക്ഷേ അദ്ദേഹം പറയണം. 4, അമേരിക്കയിൽ നിന്ന് സാധനങ്ങൾ പൂർണ്ണമായും നികുതിയില്ലാതെ ഇറക്കുമതി ചെയ്തു എന്ന് കരാർ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ അത് ആരോട് ചോദിച്ചിട്ട് അങ്ങനെയുണ്ടോ? 4നും മൗനമാണ്. ഈ 4നുമുള്ള മോദിയുടെ മൗനം മൈതാന പ്രസംഗം കൊണ്ടോ റെട്ടറിക്ക് കൊണ്ടോ എൻ്റെ ജീവനെടുക്കാൻ അവർ ശ്രമിക്കുന്നു എന്ന് പറയുന്ന കരച്ചിൽ കൊണ്ടോ തീരില്ല. മോദി സംശയമുനയിലാണ്. മോദി എന്തു പറഞ്ഞാലും ആ ചോദ്യങ്ങൾ അവിടെ തന്നെ നിൽക്കും.
Meet the editors.